ഓൺ ദ സ്പോട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെബാൻ. എല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ചിരിക്കാനുള്ള ഒരു പടം ഈ ഓണത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ജോണി ആൻ്റണി സാറിൻ്റെ കുഞ്ചാക്ക ബോബനും ബിജു മേനോനും കൂടെ അഭിനയിച്ച ഭയ്യ ഭയ്യ എന്ന പടം. ആ പടത്തിന് ചിരിച്ച് മടുക്കാനുള്ള ഒരുപാട് സംഗതികൾ, ഈ ഓണം അടിച്ചു പൊളിക്കാനുള്ള എല്ലാ ചേരുവയും ചേർത്താണ് ഭയ്യ ഭയ്യ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് പേരുണ്ട്. ആദ്യം നമുക്ക് പരിചയപ്പെടുന്നത് നമ്മുടെ സ്വന്തമായ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായരമ്പലമാണ്. സാറിന് ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ സാറിനോട് തന്നെ ചോദിക്കാം. ഹായ് സാർ. ഭയ്യ ഭയ്യ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം സാറിൻ്റെ ഫേസിൽ വളരെ വ്യക്തമായി കാണാം. എനിക്ക് തോന്നുന്നത് ജോണി ആൻ്റണി സാറിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ജോണി ആൻ്റണി സാറിന്? ജോണി എൻ്റെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ സമയം തുടങ്ങിയുള്ള ഒരു ബന്ധം. അപ്പൊ അന്ന് തുടങ്ങിയ ഞങ്ങളൊരു ഭയ്യ ഭയ്യമാര്. ഈ ഒരു ഭയ്യ ഭയ്യാണോ സിനിമയിലേക്ക് ഒരു ഭയ്യ ഭയ്യ? അതുകൊണ്ട് തന്നെ ഒരു സഹോദരത്തിന്റെ കഥ തന്നെയാണ് പറയണം. ജോണിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി ഒരു ബ്രദർഹുഡാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്തത്. ശരിക്കും രക്തബന്ധമുള്ള സഹോദരന്മാരല്ല ഇവർ. ഒരാൾ ബംഗാളിയും ഒരാൾ കേരളീയനുമാണ്. എങ്കിൽ പോലും സ്വന്തം സഹോദരന്മാരെ പോലെ പരസ്പരം സ്നേഹിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് ഭയ്യ ഭയ്യ. അപ്പോൾ ജോണി അന്നോട്ട് എന്നോടൊരു സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുകയും, പക്ഷേ ജോണിയും പല പടങ്ങളുടെ പരിപാടിയായിട്ട് പോവുകയും എനിക്കും കമ്മിറ്റഡ് ആയിട്ടുള്ള കുറേ വർക്കുകളുണ്ടെന്ന് അങ്ങനെ എല്ലാത്തിനും ഒത്തിണങ്ങിയ സാഹചര്യം വന്നത് ഇപ്പോഴാണ്. അത് ഏതായാലും കുടുംബ പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഈ ബിജു മേനോനെയും കുഞ്ചാക്കോവിനെയും വെച്ച് ആദ്യം തന്നെ എന്താണ് ഈ കഥ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മനസ്സിൽ വന്നപ്പോൾ തന്നെ ഇവർ രണ്ട് ക്യാരക്ടേഴ്സ് ആദ്യം തന്നെ ഫിക്സ് ആയിരുന്നു? അതെ. കാരണം എന്ന് വെച്ചാൽ ബിജു ചാക്കോച്ചൻ കോമ്പിനേഷൻ ഞാൻ ഇതുവരെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല. ബിജു എൻ്റെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അതുപോലെ തന്നെ പല പടങ്ങളും ബിജു നല്ല കഥാപാത്രങ്ങൾ ചെയ്യും. മേരിക്കൊണ്ട് കുഞ്ഞാടിലാണ് ഒരു ഹ്യൂമറസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് ബിജുവിൻ്റെ ലൈഫിൽ തന്നെ ഒരു കാരിയറിൽ തന്നെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഹ്യൂമർ നന്നായിട്ട് ചെയ്യിക്കാം എന്നുള്ളൊരു വിശ്വാസം അന്ന് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല കുഞ്ചാക്കോ ബോബൻ എൻ്റെ കല്യാണരാമൻ തൊട്ട് പല പടങ്ങളിലും കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചു. പക്ഷെ ഇവരെ തമ്മിൽ ഒരുമിച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ മറ്റു പല പടങ്ങളിൽ വരികയും അത് ആ ഒരു ഇവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആവുകയും ഹിറ്റുകൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒരു ഗ്യാപ്പിന് ശേഷം ഇവരെ വീണ്ടും ഒരുമിപ്പിച്ച് ഒരു സംഭവം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും അങ്ങനെ ജോണിയും ഞാനും കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ്റെ ഒരു കഥ ഉണ്ടാക്കുന്നത്. അതായത് ഭാഷക്കും ദേശത്തിനും അതീതമായിട്ടുള്ള ഒന്നാണ് സാഹോദര്യം. അതായത് ഒരു ബംഗാളിയും മലയാളിയും വളരെയധികം ആത്മബന്ധം. ഒരു ചേട്ടനനിയന്മാരെ പോലെ സ്നേഹിക്കുന്നു. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരല്ല, പക്ഷെ രണ്ടുപേരും ചേട്ടനനിയന്മാരെ പോലെ സ്നേഹിക്കും. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ആപ്തവാക്യം പോലെ ആണ് ഇതിൻ്റെ മെസ്സേജ് അണ്ടർ കറണ്ടായിട്ട് കിടക്കുന്നത്. പിന്നെ ഈ ബംഗാളി തൊഴിലാളികളുടെ ഇടയിൽ കുറച്ച് ക്രിമിനൽസ് നമ്മളുടെ ഇടയിൽ അറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ട് പല ഭാഗത്തും. അപ്പോൾ അങ്ങനെ നമ്മുടെ സമകാലീന പ്രശ്നങ്ങൾ വളരെ രസകരമായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് അടിവരയിട്ട് പോകുന്നുണ്ട്. അത് വളരെ ബുദ്ധിപരമായി ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടം സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ, ഹിന്ദിക്കാരെ കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ, വളരെ രസകരമായത്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള? അതല്ല, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ട് എന്ത് പറയാൻ പറ്റും. ഇതിനു മുമ്പ് ഒരുപാട് വന്ന ഒരു കഥയുടെ സാമ്യം തോന്നാതിരിക്കുക, ഒരു ഫ്രഷ്നെസ് തോന്നുക, കഥ കേട്ട് കഴിയുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക പ്രേക്ഷകർക്ക്. അത് രസകരമായിട്ട് ഇപ്പോൾ ഒരു വലിയ ഒരു സീരിയസ് വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ ചില മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ ഭയങ്കര ചെന്നിയായൊക്കെ ചേർത്തിട്ടുള്ള കയ്പുള്ളതാണ്. അത് വൈദ്യന്മാർ ചെയ്യുന്നത് തേനിൽ ചാലിച്ച് കൊടുക്കും വേമ്പൊടിയായിട്ട്. അപ്പോൾ തേനിൻ്റെ മധുരം കൊണ്ട് അതങ്ങനെ കഴിച്ചോളാം, അതിൻ്റെ ഗുണം കിട്ടേ എന്ന് പറഞ്ഞ പോലെ നർമ്മത്തിൻ്റെ മധുരം പുരട്ടിയിട്ട് നൽകാനാണ് എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമർ ട്രാക്കിലൂടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കല്യാണരാമനായാലും ചാന്തുപോട്ടായാലും എല്ലാം ഹ്യൂമറസ് ആയിട്ടാണ്. അതൊക്കെ വേണമെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് വേണമെങ്കിൽ ഗൗരവമായിട്ട് വർക്ക് ചെയ്യാവുന്ന കഥകളാണത്. പക്ഷേ ഈ എൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർക്ക് ചിരിച്ചപ്പോൾ ചിരി കുറഞ്ഞാൽ പോലും ആൾക്കാർ എന്നോട് പരാതിപ്പെടാറുണ്ട്, മറ്റേ പടത്തിൽ മറ്റേൻ്റെ അത്ര കോമഡി ഇല്ല. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും സ്ത്രീകളും കുട്ടികളും എൻ്റെ സിനിമയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും വന്ന് മുഴുനീളം ഒന്ന് ആസ്വദിച്ച് ചിരിച്ച് സന്തോഷിച്ച് എൻ്റർടൈനർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയാണ്. അത് ഏതായാലും സ്വീകരിക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റ് താരങ്ങൾ ആരൊക്കെയായിരുന്നു ഇതിൻ്റെ അകത്ത്? സലിം കുമാറുണ്ട്,
ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂട്, വിജയരാഘവൻ, ഷമ്മി തിലകൻ, ഗ്രിഗരി, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പടങ്ങളിലുള്ള ഗ്രിഗരി, ABCDയിലൊക്കെ ഉള്ള ഗ്രിഗരി. ഗ്രിഗരിക്ക് നല്ല വേഷമുണ്ട്, ഗ്രിഗരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തെസ്നിഖാനുണ്ട്, അംബിയ മോഹൻ, അങ്ങനെ വലിയൊരു താരനിരയാണ്. അത് 2 നാഷണൽ അവാർഡ് കിട്ടിയ ആൾക്കാരാണ്. സലീം കുമാറും സുരാജ് വെഞ്ഞാറും കൂടെ ഒന്നിക്കുന്നു. ഇന്നസെന്റ് ഏട്ടൻ MP ആകുന്നതിന് മുമ്പ് അഭിനയിച്ചു, അത് കഴിഞ്ഞിട്ട് MP ആയതിനു ശേഷം ഇതിനകത്ത് അഭിനയിച്ചു. അപ്പൊ 2 തരത്തില്. കാരണം ഞാൻ ഇപ്പൊ ഇന്നസെന്റ് ഏട്ടൻ തമാശ പറയും, ഇപ്പൊ പഴയതുപോലെ ഞാൻ MP ആണ്, ഇത്തിരി ബഹുമാനം കൂടി. അപ്പൊ അങ്ങനെ രസകരമായിരുന്നു ഞങ്ങളുടെ ലൊക്കേഷൻ എല്ലാം കൊണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ വർക്ക് ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ട് സിനിമയിലും ഒരു ചിരിയും കയ്യടിയൊക്കെ വരുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ. ഒരു പലരും പല രീതിയിലാണ് സ്ക്രിപ്റ്റുകൾ എഴുതാറ്. ഇപ്പം കോമഡി ചെയ്യുന്ന ആൾക്കാർ, കോമഡി സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാർ കോമഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഈ കലാഭവനിലൊക്കെ കോമഡി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ പോയി നിന്ന് അങ്ങനെ താമസിച്ചൊക്കെ എഴുതുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ സംഭവം. സാർ എങ്ങനെയാണ്? ഞാൻ സ്വതസിദ്ധമായിട്ട് നമ്മൾ എഴുതുമ്പോൾ വരുന്ന കോമഡിയാണ്. അല്ലാണ്ട് ഇപ്പോൾ കോമഡിക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ സ്കിറ്റ് പോലെ എന്തെങ്കിലും സാധനങ്ങൾ ഒരുക്കി വെക്കുക, അല്ലെങ്കിൽ കോമഡി കുറിച്ച് വെക്കുക, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഫീലിംഗ് തോന്നുന്ന ഒരു സിറ്റുവേഷനേക്കാളും കൂടുതൽ വിഷമമാണ് കോമഡി എഴുതാൻ. തീർച്ചയായിട്ടും. കാരണം കോമഡി ചെയ്തിട്ട് അത് ചീറ്റിപ്പോയ ആൾക്കാരപ്പോൾ പറയും, അയ്യ എന്തൊരു വളി ഇപ്പോൾ കോമഡി ആക്കണില്ല എന്ന് പറയും. ഒരു സെന്റിമെന്റ്സും അതുപോലെ ഒരു ദുഃഖിപ്പിക്കുന്ന സംഭവം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. കണ്ണ് നിറയിപ്പിക്കാനും ഒരു ടെൻഷൻ ഉണ്ടാക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. കാരണം ഇതുവരെ വരാത്ത കോമഡി ആയിരിക്കണം, ഒരു സിനിമയിൽ ഉപയോഗിക്കാത്ത പഞ്ചസായിരിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ പടത്തിൽ 100 പ്രാവശ്യം കേട്ടിട്ടുള്ളതെന്ന് പറയും. ഇതുവരെ കേൾക്കാത്തൊരു കോമഡി ഉണ്ടാക്കുക. അപ്പോൾ അത് സ്വതസിദ്ധമായിട്ട് വരുന്നതാണ്. അല്ലാണ്ട് അതിനു വേണ്ടി നമ്മൾ കുറേ കോമഡി അങ്ങോട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യണമല്ല. അവർ കഥാപാത്ര സൃഷ്ടിയിൽ ചില കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർ സംസാരിക്കുന്ന ആ കഥാപാത്രത്തിലൂടെ എഴുത്തുകാരെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ പറയുന്ന കാര്യങ്ങളൊക്കെ കോമഡി ആയിട്ട് തന്നെ വലിക്കും. അത് ചില കഥാപാത്രങ്ങൾ കൂടുതൽ കിട്ടും. ഇപ്പോൾ കുഞ്ഞിക്കുനും ചാന്തുപൊട്ടിന് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ പെട്ടെന്ന് അതേപോലെയുള്ള കഥ. അതുപോലെ ഇതിലെ ബിജു മേനൻ്റെ ക്യാരക്ടറും മലയാളം പൂർണ്ണമായിട്ട് അറിയാൻ പാടില്ലാത്ത ബംഗാളിയാണ്, ഇവിടെ വന്ന് പഠിച്ചാണ്. അപ്പം അതുകൊണ്ട് ബിജു മേനൻ്റെ ക്യാരക്ടറിന് എഴുതുമ്പോൾ നമുക്ക് ഹ്യൂമറസ് ആയിട്ടുള്ള ചില മലയാള വാക്കുകൾ തെറ്റിപ്പോയിട്ടുള്ളത് കിട്ടും. സുരാജിന്റെ ക്യാരക്ടർ നമ്മളെന്നും കണ്ടു പരിചയമുള്ളൊരു ക്യാരക്ടറാണ്. കാരണം തൊഴിൽ മേഖലയിൽ ഉള്ള ഒരു മെയ്സനാണ്, കൽപ്പണിക്കാരനാണ്. പക്ഷെ പണിയെടുക്കാത്ത ഒരു മലയാളിയുടെ പ്രതീകം പോലെ വർക്ക് ചെയ്തേക്കുകയാണ്. കാരണം ബംഗാളികളാണ് ഇപ്പൊ ഇന്ന് എല്ലാ മേഖലയിലും. അപ്പോൾ ഈ പണിയെടുക്കുന്ന നല്ല അധ്വാനശീലരായ മിടുക്കന്മാരെ തൊഴിലാളികൾ നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ അപൂർവം ചില മടിയന്മാരെ നമ്മൾ കാണാറുണ്ട്. അതെല്ലാം ഇങ്ങനെ തച്ചൊപ്പിച്ചു പോകുന്ന. അപ്പൊ അതേപോലത്തെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടർ സുരാജ്. സലീം കുമാർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറാണ്. അത് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് മീൻ കച്ചവടമായിരുന്നു, അവിടെ നിന്ന് ഉയർന്നു വന്ന കോൺട്രാക്ടറാണ്. അപ്പൊ അതിൻ്റെതായ തമാശകളുണ്ട്. അങ്ങനെ ക്യാരക്ടറൈസേഷനിൽ തന്നെ ചില തമാശകൾ ഉപയോഗിക്കാനായിട്ടുള്ള അവസരം കിട്ടും. അപ്പൊ അറിയാതെ തന്നെ കോമഡി ഡയലോഗുകൾ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ക്യാരക്ടർ തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അതെ. അപ്പൊ അത്തരം ക്യാരക്ടർ, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഹ്യൂമർ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ചില അവരുടെ ഇപ്പം മീൻ കച്ചവടം നടത്തിയിരുന്ന ഒരാൾ വലിയ ബെൻസ് കാറിൽ വലിയ മുതലാളിയായിട്ട് വരുമ്പോൾ തന്നെ അയാളുടെ പഴയ സംസ്കാരം അതിൻ്റെ അകത്ത് അറിയാതെ കടന്നുകൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് അപ്പോൾ അത്തരം ക്യാരക്ടർ വരുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കോമഡി ചേർക്കാൻ പറ്റും. ഓക്കെ. ഇതുവരെ എഴുതിയ കഥകളിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കഥയും അതിലൊരു കഥാപാത്രം പറയാൻ പറ്റും? ഇപ്പം നമ്മൾ ഒരു മാതാവിനോ അല്ലെങ്കിൽ ഒരു പിതാവിനോ എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ പ്രശസ്തി ആർജിക്കുന്ന ചില മക്കളോട് ചിലപ്പോൾ അവൻ മിടുക്കനാണ്, അവൻ 1ാം റാങ്ക് കിട്ടി, അവനെ എന്ന് പറഞ്ഞ പോലെ അതുണ്ടാവും. പക്ഷെ ഞാൻ ചോദിച്ചത് സാറിന് ഏറ്റവും ഫീൽ തോന്നിയത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ക്യാരക്ടർ എഴുതിയപ്പം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എഴുതിയപ്പം എനിക്ക് വല്ലാണ്ട് ഫീൽ തോന്നിയെന്ന് പറയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അതിപ്പോൾ ചാന്തുപൊട്ടിലെ രാധ, കുഞ്ഞിക്കൂനിലെ കുഞ്ഞൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് എഴുതുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അത്തരം കഥാപാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുമുണ്ട്, അവരുടെ ജീവിതം ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് അടുത്തറിയാവുന്ന ചില ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമുക്ക് അത് തോന്നിയിട്ടുണ്ട്. ഒരു നടനെ ആദ്യം തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ സാർ എഴുതുക, അതോ കഥാപാത്രം അതിന് ശേഷം അതിന് പറ്റിയൊരു നടനെ തേടിയെത്തുക? 2 രീതിയിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ
നമുക്കിപ്പോൾ സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്യാവശ്യം തിരക്കുള്ളവർക്ക് നേരത്തെ തന്നെ വർഷങ്ങളോളം പ്രോജക്റ്റിൽ കമ്മിറ്റ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 3-4 വർഷത്തേക്കുള്ള ഞാൻ കമ്മിറ്റഡ് ആണ്. അപ്പോൾ അടുത്തത് ദിലീപാണ്, അതിൻ്റെ പിന്നത്തത് മമ്മൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കും പ്രോജക്റ്റ് ഓരോ കമ്പനിയുടെ ബേസിൽ. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി തന്നെ ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ അടുത്ത ദിലീപ് ആയതുകൊണ്ട് ദിലീപിനെ വെച്ചിട്ടുള്ള ദിലീപിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ദിലീപ് മുമ്പ് എൻ്റെ സിനിമകൾ ചെയ്തേക്കുന്ന കഥാപാത്രങ്ങൾ അറിയാം, മറ്റുള്ള സിനിമ ചെയ്ത്, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ദിലീപിനെ കൊണ്ടുവന്ന് ചെയ്യിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്ന് തന്നെ ഒരു കഥ ഉണ്ടാക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ചില നേരത്ത് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒന്നും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല, നമ്മൾ സ്വതന്ത്രനാണ്, കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല, ഇന്ന ആൾക്ക് വേണ്ടി പഠനം ചെയ്യണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു പ്രോജക്റ്റിന് മാത്രം ചിന്തിച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് ഇതിനാരാണ് പറ്റിയത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇത് ദിലീപ് അല്ലെങ്കിൽ മമ്മൂക്കയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ സമീപിക്കുകയും അവരോട് ഈ സബ്ജക്റ്റ് പറഞ്ഞ് അവരുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ 2 രീതിയിലും സിനിമയിൽ ഉണ്ടാകാറുണ്ട്. മുൻകൂട്ടി ഉണ്ടാകും, മുൻകൂട്ടി ഡേറ്റ് ആർട്ടിസ്റ്റുകളുടെ കിട്ടിയതിന് ശേഷം കഥ ആലോചിക്കുന്നതുകൊണ്ട്, അല്ലാതെ കഥ ആലോചിച്ചതിന് ശേഷം അവരുടെ ഡേറ്റ്. കാരണം ഇപ്പോൾ തിരക്കുള്ളവർക്ക് എപ്പോഴും മുൻകൂട്ടി ബ്ലോക്ക് ചെയ്യപ്പെടും. ഇപ്പോൾ അത്യാവശ്യം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നേരത്തെ തന്നെ അടുത്ത വർഷം ഇന്നാളുടെ എന്നൊക്കെ പറഞ്ഞ് ഡേറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ ചിന്തിക്കേണ്ടി വരും. ഈ ഒരു കൺഫ്യൂഷൻ ഡയറക്ഷനിൽ തിരഞ്ഞെടുക്കുമ്പോഴും സാറിന് ഫീൽ ചെയ്യാം? ഇല്ല, സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ സാറ് ഏതാളെ കൊണ്ട് ചെയ്താൽ ഈ പടം നന്നാവും? ഇല്ല, പ്രോജക്റ്റ് തന്നെ ഇന്ന ഡയറക്ടർ. ഇപ്പം ഞാൻ എഴുതുന്ന പ്രോജക്റ്റ് ഇപ്പോൾ അടുത്തത് സുന്ദർദാസാണ് ഡയറക്റ്റ് ചെയ്യുന്നത് തീരുമാനിച്ച, അതിൻ്റെ അകത്ത് ദിലീപാണ് എന്ന് പറഞ്ഞ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സുന്ദർദാസ് ദിലീപിന് വേണ്ടി ഞാൻ എഴുതുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ദിലീപിന് വേണ്ടിയിട്ട് തന്നെ ദിലീപ് ചെയ്യാത്ത കഥാപാത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് വൈശാഖൻ മമ്മൂക്ക എന്ന് പറയുന്ന കോമ്പിനേഷനിലാണ്. അതും വേറെ ഒരു കമ്പനിക്ക് വേണ്ടി. അപ്പോൾ അതും ഞാൻ എന്നെ അവർ ആ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതി, അല്ലാണ്ട് സംവിധാനം പിന്നീടല്ല തിരഞ്ഞെടുക്കുന്നത്, ഓരോ സെറ്റപ്പായിട്ട് തന്നെ വരുന്നത്, ഗ്രൂപ്പായിട്ട് തന്നെ പിന്നെ വർക്ക് ചെയ്യാം. അതെ അതെ. ഓക്കെ, അടുത്ത ഇനി ഏതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ? പുതിയ പ്രോജക്റ്റ് പറഞ്ഞ പോലെ സുന്ദർദാസ് ദിലീപ്, പിന്നെ മമ്മൂക്ക, വൈശാഖൻ, പിന്നെ ലാൽ ജോസ്, അൻവർ റഷീദ്, ഇങ്ങനെ. അപ്പം സാറ് അത്യാവശ്യം കമ്മിറ്റഡ് ആണ്, നല്ല ബിസിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്കൊരു ഫ്രീ ആയിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് ഇത് ആര് വേണമെന്ന് ചിന്തിക്കാനുള്ള സമയമില്ല. ഓൾറെഡി നമ്മളുടെ ഇങ്ങനെ കമ്മിറ്റഡ് ആണ്. നമ്മുടെ എല്ലാ സമയവും മണിക്കൂറും സെക്കൻഡ്സ് വരെ ഓരോരുത്തർക്ക് പണയം വെച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് അധികം സമയം എടുത്താണ് എഴുതുന്നത്. എപ്പോഴൊരു 6-7 മാസം എടുക്കും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പിന്നെ ഷൂട്ടിങ്ങിലും ഡബിങ്ങിലും ആ സിനിമ ഇറങ്ങുന്നു. ഇതുപോലെ തന്നെ എൻ്റെ പ്രൊമോഷൻ വരെ നിൽക്കുന്ന റൈറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രോജക്റ്റിന് പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്ര പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഇത് 3-4 വർഷം ആകും ഇതെല്ലാം ചെയ്തത് ചേരുമ്പോൾ. അപ്പോൾ 1 വർഷമാണ് ഒരു സിനിമ സാധാരണ എൻ്റെ കണക്കിൽ ഒരു സിനിമ എഴുതി അത് പുറത്തൊക്കെ വരുമ്പോൾ 1 വർഷം. കഴിഞ്ഞ ഓണത്തിനായിരുന്നു ക്ലീറ്റസ്, ഇപ്പോൾ ഈ ഓണത്തിന് ഇത് 1 വർഷത്തിലൊരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന സാർ 1 വർഷം 2-3 പടങ്ങളൊക്കെ ചെയ്യട്ടെ, എഴുതട്ടെ എന്നൊക്കെയാണ് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നിൽക്കുന്നുമുണ്ട്. അപ്പോൾ എഴുതി കൊടുത്ത് ഞാൻ എപ്പോഴും പറയും എൻ്റെ ഡയറക്ടേഴ്സിനോട്, ഇത് എഴുതി തന്നിട്ട് ഞാൻ അടുത്ത പടത്തിന് പോകണമെങ്കിൽ എനിക്ക് 1 പടം കൂടി ചെയ്യാം. പക്ഷെ ഒരു ഡയറക്ടർമാരെ എന്നെ വിടാറില്ല, കൂടെ നിൽക്കണം, ഡബിങ്ങിന് പിന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇൻവോൾവ്മെന്റ് എൻ്റെ ഉണ്ടാകും ഒരു സിനിമയിൽ. അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം. കാരണം നമുക്ക് മാറി നിന്ന് വേറെ സിനിമക്ക് ഒരു സിനിമ എഴുതാൻ പോകാൻ മനസ്സനുമതി. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഒരു കല്യാണം നടക്കുമ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും വീട്ടിൽ പോയിരിക്കും. അത് ഇതെന്തായി ചക്രം പെണ്ണൊക്കെ സുഖമായിട്ടിരിക്കുന്ന, അവരുടെ കല്യാണം കൃത്യമായിട്ട് നടന്നോ, സദ്യ വിളമ്പിയത് രുചികരമായിരുന്നോ എന്നൊക്കെ നോക്കി എല്ലാവരുടെയും ലാസ്റ്റ് സദ്യയും കഴിഞ്ഞ് എല്ലാവരുടെയും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പന്തലഴിച്ചിട്ടേ പോരുള്ളൂ. സത്യം. അപ്പൊ അതുപോലെ തന്നെയാണ് ഷൂട്ടിങ്ങിലും ഒക്കെ പങ്കെടുക്കാൻ. എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ് ബയ്യ ബയ്യനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഓണം എന്ന് പറയുന്നതിൽ ഒരു ആഘോഷമാണ്. നമുക്ക് എല്ലാ തരത്തിലും, സദ്യയുടെ കാര്യത്തിലായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആഘോഷിക്കപ്പെടുന്നതാണ് കുടുംബമായിട്ട്. അവർക്ക് അതേപോലെ തന്നെ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് തുടക്കം മുതൽ അവസാനം വരെ ചിരിച്ച് ആഘോഷിക്കാൻ, പ്രത്യേകിച്ച് കുട്ടികളോടൊപ്പം കുടുംബ സദസ്സുകൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണെന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനകം വന്നു കഴിഞ്ഞു. പ്രേക്ഷകരത് സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കുടുംബ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദിയുണ്ട്. ഇനിയും കാണാത്തവർ അത് നന്നായി കണ്ട് ആസ്വദിക്കണം എന്നുള്ളൊരു ചെറിയ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. കാണാത്തവർ വീണ്ടും വീണ്ടും പോയി കാണുക, കണ്ടവരും പിന്നെ പോയി കാണുക അല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു.